140 വർഷം മുന്നേ ഒരു കാറ് അതാണ് ഇത്. ലോകത്തിലെ ആദ്യത്തെ കാർ പേറ്റൻ ബെൻസ് കാർ. 1886 മെർസിഡീസ് ബെൻസിൻ്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള കാൾ ബെൻസ് പേറ്റന്റ് ഫയൽ ചെയ്തിട്ടുള്ള ഫസ്റ്റ് കാറിൻ്റെ റെപ്ലിക്കയാണിത്. സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള വണ്ടിയാണ് ഇത്. 140 വർഷം മുന്നേ ജാനുവരി 29 ഒരു പേറ്റന്റ് ഫയൽ ചെയ്തത്. അത് കിട്ടുകയും ചെയ്തു. ഇതാണ് ഫസ്റ്റ് കാർ. ഇതിൽ കൂടെ തന്നെ ഗോട്ട്ലിബ് ഡേയ്മലർ ഒരു 4 വീലുള്ളൊരു കാരേജ് ഉണ്ടാക്കിയിരുന്നു. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. ഇവർ രണ്ടും ചേർന്നിട്ടുള്ള കമ്പനിയാണ് ഇന്നത്തെ മെർസിഡീസ് ബെൻസ്. 140 വർഷം ഓട്ടോമൊബൈലിൻ്റെ പാരമ്പര്യം പറയാവുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാർ ബ്രാൻഡാണ് മെർസിഡീസ് ബെൻസ്. മെർസിഡീസ് ബെൻസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള എസ് ക്ലാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റഡ് മോഡൽ ഇന്ന് ഇവിടെ ബോംബെയിൽ അൺവീൽ ചെയ്തിരിക്കുക. നമുക്ക് നോക്കാം. ഓൺ മൈ ഫ്ലൈവേസ്, വെൽക്കം ടു ഫ്ലൈവേൽ. എസ് ക്ലാസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മെർസിഡീസിനോളം തന്നെയാണെന്ന് പറയാം. മെർസിഡീസ് ബെൻസ് ആയ ഫസ്റ്റ് വണ്ടി എല്ലിനെക്കിന് വേണ്ടിയിട്ട് എല്ലിനെക്കിന് വേണ്ടി കൊടുത്തിരുന്ന ആ വണ്ടി മുതൽ ശരിക്കും എസ് ക്ലാസിൻ്റെ പാരമ്പര്യം കൗണ്ട് ചെയ്യാം. പക്ഷേ എസ് ക്ലാസിൻ്റെ നോമിക്ലേച്ചർ ഉപയോഗിക്കാൻ തുടങ്ങി ഈ W116 എന്ന് പറയുന്ന ഈ ഒരു മോഡലിലൂടെയാണ്. 123 സമയത്തുള്ള എസ് ക്ലാസ് ആണ് 116. ഇതിലൊരുപാട് കാര്യങ്ങൾ വന്നിരുന്നു. ഇതിലൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഈ സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള വൈപ്പറായിരുന്നു. സസ്പെൻഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ABS, ഇതെല്ലാം തന്നെ ഇതിൽ വന്നിരുന്നതാണ്. അന്നത്തെ ഒരു ബെഞ്ച് മാർക്കിംഗ് കാർ തന്നെ. മറ്റൊരു എലമെൻറ്റുള്ള 12438 പെട്ടെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഈ ഡബിൾ ബമ്പറാണ്. പലർക്കും ഇതില്ലെങ്കിൽ 1238 തോന്നാറുണ്ട്. പക്ഷേ സൈസ് കൊണ്ടെല്ലാം തന്നെ വലിയ വണ്ടിയാണ്. ഇതാണ് ഒഫീഷ്യലി എസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ പാരമ്പര്യം പിന്നിലേക്ക് പോകും. നേരത്തെ ഗ്രോഷർ, അതുപോലെ തന്നെ 600 പുൾമാൻ, ഇതിലേക്കെല്ലാം പിന്നോട്ട് പോകുകയാണെങ്കിൽ എസ് ക്ലാസ് തന്നെയാണ് ഇതെല്ലാം തന്നെ. സോ ഇതാണ് ഫസ്റ്റ് എയർ ബാഗ് വന്നിട്ടുള്ള കാറ്, എസ് ക്ലാസ് 126. ഏറ്റവും അധികം കാലം പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന എസ് ക്ലാസും കൂടിയാണ് 126. 12 ഇയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 223 ചിലപ്പം അത്രയും ഉണ്ടാവും. കാരണം 223ൻ്റെ ലൈഫ് സ്പാൻ കൂട്ടിയിട്ടുണ്ട്. 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം 126 പോലെ തന്നെ ലോങ് ലൈഫ് ആയിരുന്നു. ഈ ഒരു കാർ എന്ന് പറഞ്ഞാൽ എഗെയിൻ സ്ട്രെയിറ്റ് കാറായിരുന്നു. ഇപ്പോഴും ആ സ്ട്രെയിറ്റ് ലൈൻസും ബോണസാക്കാൻ്റെ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ടൈംലെസ് ആണ്. പല യൂറോപ്യൻസും ജർമ്മൻസും എല്ലാം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എസ് ക്ലാസ് എന്ന് പറയുന്ന ഇതിനാണ്. ഈ 126ന് സ്ട്രെയിറ്റ് ലൈൻസും ആ ഒരു സ്ട്രെയിറ്റ്ലി ഫീലെല്ലാം നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലീക്ക് ആയിട്ടുള്ളൊരു എസ് ക്ലാസ് എന്ന് വേണം ഇതിനെ പറയാൻ. ഇതാണ് ദി ടാങ്ക്. എസ് ക്ലാസ്സിൽ ഏത് ജനറേഷൻ എടുത്തും മൈ ഫേവറേറ്റ് കാർ എന്ന് ഞാൻ ഒറ്റ എസ് ക്ലാസ് പറയുകയാണെങ്കിൽ ഇതാണ്. 600 ഉണ്ട് ഗോഷർ, അത് വേറെ തന്നെയാണ്. ഈ 140 എസ് ക്ലാസ്സിലൂടെയാണ് ആക്ച്വലി ഫസ്റ്റ് V12 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാർ എന്ന് പറഞ്ഞാൽ പല രീതിയിലും പ്രസക്തിയും അതുപോലെ തന്നെ കുപ്രസിദ്ധിയും നേടിക്കേണ്ടതാണ്. ഏറ്റവും വലിയ കുപ്രസിദ്ധി പറഞ്ഞാൽ ഡയാന ഈ ഒരു വണ്ടിയിലായിരുന്നു ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ സെയിൽ അതിൻ്റെ ശേഷം കൂടെയായിരുന്നു. കാരണം ബെൽറ്റ് ഇട്ടുന്ന ബോഡി ഗാർഡ് ജീവനോടെ ഇരുന്നു, ബാക്കി എല്ലാവരും മരിച്ചുപോയെങ്കിലും. പക്ഷേ ഈ ഒരു കാറിൻ്റെ ഒരു സോളിഡ്നെസ് ശരിക്കും ഒരു ഡിക്റ്റേറ്റർ ക്ലാസ് കാറാണ്. പല കൺട്രി ഹെഡ്സും ഇപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ പുൾമാൻ ഇതാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ V12 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ESP പോലുള്ള പല സിസ്റ്റംസ് വന്നിരുന്നു. ഏറ്റവും ഒരു സൈസ് തോന്നിക്കുന്ന പല എസ് ക്ലാസും വലുപ്പം കൊണ്ട് ഡയമെൻഷൻ കൂടിയെങ്കിലും ഒതുക്കം തോന്നിക്കുന്ന ഇത് ശരിക്കും ടാങ്ക് പോലെ തന്നെ ബിൽഡാണ്. ഇതിന് ശരിക്കും വന്നിരുന്ന ഗ്ലാസ് ശരിക്കും ഡബിൾ ലാമിനേഷനോട് കൂടിയിട്ട് സെമി ബുള്ളറ്റ് പ്രൂഫ് എന്നല്ലാന്ന് പറഞ്ഞിരുന്ന ഗ്ലാസ് സ്റ്റാൻഡേർഡായിട്ട് വന്നിരുന്നു. അത് എക്വസ്റ്റിക്സിന് വേണ്ടി ചെയ്തിരുന്നത്. എന്തായാലും ഇത് ഇന്നും എനിക്ക് വളരെ ഇഷ്ടമുള്ള കാറാണ്. എൻ്റെ എസ് ക്ലാസിൻ്റെ മോഡലുകൾ ഫസ്റ്റ് 126 ആണ്. ശരിക്കും 1:43 എനിക്ക് ശരിക്കും കിട്ടിയത് ഇതിലായിരുന്നു. സ്റ്റിൽ ഹാവ് ഇറ്റ്. 220 ആണ് ശരിക്കും പറഞ്ഞാൽ ന്യൂ ജനറേഷൻ എസ് ക്ലാസ് എന്ന് പറയുന്നത്. 140 കഴിഞ്ഞിട്ട് ഇന്ന് ആക്ച്വലി വന്നിരുന്ന മോഡലാണ് 220. 220 കോമ്പീറ്റ് ചെയ്തിരുന്ന ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 7 സീരീസ് എല്ലാം അത്രയും അഡ്വാൻസ് ടെക്നോളജി കൊണ്ടുവന്നപ്പോൾ അതിൽ അഡ്വാൻസിൽ പല ടെക്നോളജിയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മോഡലാണ് 220. പ്രീ സേഫ് മുതൽ പലതും തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയത് 220 ആണ്. 140 ഇന്ത്യയിൽ ഒഫീഷ്യലി സെയിൽ ചെയ്തിരുന്നു, പക്ഷേ അത് ഇമ്പോർട്ടഡ് ആയിരുന്നു. 220 ആണ് ശരിക്കും ഫസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് ലോക്കലി അസംബിൾ ആയിട്ടുള്ള എസ് ക്ലാസ്. ഇത് 221 എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ 140യുടെ ഒരു കംബാക്ക് പോലെയായിരുന്നു. ആക്ച്വലി ഒരു സോളിഡായിട്ട് നിന്ന്. കാരണം 220ൻ്റെ ഒരുപാട് അഡ്വാൻസ് കാറായിരുന്നെങ്കിലും ആ സമയത്തുണ്ടായിരുന്ന കുറേ ക്വാളിറ്റി ഇഷ്യൂസ് എല്ലാം കവർ ചെയ്ത് സോളിഡായിട്ട് വന്ന ഒരു വണ്ടിയാണ് 220.
അപ്പോൾ 220 ഇന്ത്യയിൽ വന്ന സമയത്ത് ഈ ഒരു വേരിയൻ്റ് ആയിരുന്നു ഉണ്ടായത്. പിന്നെ ഇത് ഫേസ് ലിഫ്റ്റാണ്. ഇതിൻ്റെ മുന്നത്തെ വേരിയൻ്റ് വന്നു. വലിയ ചേഞ്ച് ഒന്നും ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. ക്രിസ്റ്റൽ ലൈറ്റും അതുപോലെ തന്നെ ടെയിൽ ലൈറ്റിൽ ഒരു സ്ട്രൈപ്പ് ഉണ്ടായിരുന്നു പോയി എന്നുള്ളൂ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് സെയിം. പക്ഷേ സോളിഡ് വണ്ടിയാണ്. ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ സോളിഡ് ആയിട്ട് നിൽക്കുന്ന കാറാണ്. ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസും വന്നിട്ടുണ്ട്. ഇതിൻ്റെ V12 വരെ ഉണ്ടായിരുന്നു. അത് ഇപ്പം 140 മുതൽ ഉണ്ടായിരുന്നു. ഇതിൽ V12 ഇന്നും നിങ്ങൾ ചില വീഡിയോയിൽ അംബാനിയിലും പോകുന്ന S600 ഗാർഡ് V12 കാണാൻ പറ്റും. ഇറ്റ്സ് എ വെരി സോളിഡ് കാർ. V222 എനിക്കിഷ്ടമുള്ള മറ്റൊരു എസ് ക്ലാസ്സാണ്. സ്റ്റിൽ വെരി സ്റ്റേറ്റ്ലി, ഡ്രോപ്പിംഗ് ലൈനും കാര്യങ്ങളും തന്നെ അടിപൊളിയാണ്. ഇത് ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഫേസ് ലിഫ്റ്റിലാണ് ഈ 3 ലൈൻസ് വന്നിട്ട് എസ് ക്ലാസ്സിന് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എനിക്ക് തോന്നിയിരുന്നത് മെർസിഡീസ് മായബാഗ് തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിലായിരുന്നു. ഇതിൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ട് ലോങ് വീൽ ബേസ് ആയിട്ട് വന്നിരുന്ന മായബാഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാറും എനിക്ക് സ്പെഷ്യലാണ്. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും പ്രീ ഫേസ് ലിഫ്റ്റിൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് നമ്പേഴ്സ് വിറ്റിട്ടുണ്ട്. ഇന്നും സോളിഡായി നിൽക്കുന്ന ഒരു കാറാണ് 222. മെർസിഡീസിൻ്റെ ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ക്ലാസി ആവാറുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു എസ് ക്ലാസിൻ്റെ ഫീലിംഗ് ആകുമ്പോൾ പറയണ്ടല്ലോ ക്ലാസ് ചെയ്യേണ്ടത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഒരു വണ്ടിയേ ഉള്ളൂ ഇവിടെ ഉള്ള. അതുകൊണ്ട് തന്നെ എല്ലാവരും ചക്കൻ്റെ മേലെ ഈച്ച പൊതിഞ്ഞ പോലെ പൊതിഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണം ഇപ്പോഴും റൈറ്റ് ആൻഡ് ഡ്രൈവ് മോഡൽ എസ് ക്ലാസ് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല. ഇന്ത്യ 5 മാസം കൊണ്ടാണ് പുതിയ എസ് ക്ലാസ് അൺവീൽ ചെയ്തിട്ടുള്ളത്. അത് വലിയ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഈ എസ് ക്ലാസ് അൺവീൽ ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ 223 എന്ന് പറയുന്ന ഫേസ് ലിഫ്റ്റഡ് മോഡലിൻ്റെ എസ് ക്ലാസ് ആണ്. അത് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇപ്പം ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് വണ്ടിയാണ് ആക്ച്വലി ഈ ഡിസ്പ്ലേയിലുള്ളത്. ഇന്ത്യയിൽ വണ്ടി കസ്റ്റമേഴ്സ് കയ്യിലേക്ക് എത്തൽ ദീപാവലിയോടെ ആയിരിക്കും. പക്ഷേ ഇപ്പം ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിരക്ക് കാണാമല്ലോ. ഈ തിരക്ക് ഞാൻ കുറേ നേരമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് ഒഴിഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ ഏതായാലും വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നോക്കാം. സോ ഇതാണ് പുതിയ എസ് ക്ലാസ്. പുതിയതെന്ന് പറയുമ്പോൾ ഫേസ് ലിഫ്റ്റഡ് ആണ്. 223ൻ്റെ ഫേസ് ലിഫ്റ്റ് എസ് ക്ലാസ് ആണ്. 50% മാറി എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. നമുക്ക് പുറമേ കാണാവുന്ന കുറച്ച് മാറ്റങ്ങളാണുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 50% എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഉള്ളിൽ വന്നിരിക്കുന്ന ചേഞ്ചസും പിന്നെ എസ്തറ്റിക്കിൽ വന്ന ചേഞ്ചസ് ഉള്ള അതിൽ മെയിനായിട്ട് നമുക്ക് കാണാനുള്ള 20% വലുതായിട്ടുള്ള ഈ ഗ്രില്ലാണ്. ഇതിൽ ബെൻസിൻ്റെ സ്റ്റഡഡ് പാറ്റേൺസും കാണാം. ഈ ഒരു ബ്ലാക്ക് പോർഷൻ വരുന്നുണ്ട്. പുതിയ LED ലൈറ്റ് ഉണ്ട്. DRലും 3.2 സ്റ്റാറും കാണാം. ഡിജിറ്റൽ ലൈറ്റാണിത്. പിന്നെ അത് വന്നിരിക്കുന്ന ഏഞ്ചിലാണ്. ബാക്കിയുള്ള നമുക്ക് നോക്കാം. ഇനി സൈഡിലാണെങ്കിൽ നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ആക്ച്വലി വന്നിരിക്കുന്നത് പുതിയ വീലാണ്. പിന്നെ ഒരു അഡീഷണൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ചെറിയൊരു എലമെൻറ്റ്. അത് ഫ്രണ്ട് ക്യാമറയാണ്. പിന്നെ അതുപോലെ തന്നെ സൈഡ് വ്യൂ മിററിലും ഒരു ക്യാമറ എക്സ്ട്രാ വന്നിട്ടുണ്ട്. 360 ക്യാമറയ്ക്ക് ഉള്ളതാണ്. റിയറിലാണെങ്കിൽ ആകെ ചേഞ്ച് ഉള്ളത് ടെയിൽ ലൈറ്റിൻ്റെ ഉള്ളിലത്തെ ക്ലസ്റ്ററാണ്. അത് അട്രാക്റ്റീവാണ്. 3.2 സ്റ്റാർ. 3 ഡിനോമിനേറ്റ് ചെയ്യുന്നത് എസ് ക്ലാസ്സിനാണ്. 2 E ക്ലാസ്, 1 C ക്ലാസ്. അതാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന നോമിക്ലേച്ചർ. അതാണ് വന്നിരിക്കുന്നത്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന 2 ഓപ്ഷൻസ് ഉള്ളതെന്ന് AMG ലൈനും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ലൈൻ. എക്സ്ക്ലൂസീവ് ലൈന് പറഞ്ഞാൽ ബമ്പറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. AMG ലൈനാണ് ഈ ബമ്പർ വന്നത്. അതിൽ തന്നെ മാനുഫാക്ചറിൻ്റെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് പെയിൻറ്റ് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു വേരിയൻ്റ് 2.38 lakhs ആണ്. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ലൈനാണ് 2.2 crore ആണ്. പിന്നെ ബേസിക്കലി പുതിയ എസ് ക്ലാസ് ആണ് എന്ന് പറയുമ്പോഴും ഫേസ് ലിഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. എഞ്ചിൻ ഓപ്ഷൻസ് പുതിയ നമുക്കിവിടെ വന്നിരിക്കുന്നത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിൻ വിത്ത് ഇലക്ട്രിക് മോട്ടർ. നമുക്ക് ചാർജ് ചെയ്യാം, സെൽഫ് ചാർജിങ് ചെയ്യും, പ്ലഗ് കുത്തിയിട്ട് ചാർജ് ചെയ്യാനും പറ്റും. ഇലക്ട്രിക് ഓൺലി റേഞ്ച് 115 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. ഏകദേശം 4 something HP-യും 6 something NM ടോർക്കാണ്. അത് ഇവിടെ മെൻഷൻ ചെയ്യാം. 9 സ്പീഡ് ഗിയർ ബോക്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സിസ്റ്റംസ് അണ്ടർനീത്ത് വന്നിരിക്കൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ല. സസ്പെൻഷൻ സിസ്റ്റം പഴയതാണ്. അതുപോലെ തന്നെ റഡാർ സിസ്റ്റംസ് പഴയതാണ്. പക്ഷേ ലെവൽ 4 വരെ അഡാപ്റ്റബിൾ ആക്കിയിട്ടാണ് കൊണ്ടുവന്നത്. സസ്പെൻഷനും സ്റ്റിയറിങ്ങും അതുപോലെ ബ്രേക്ക് സിസ്റ്റം പഴയതാണെങ്കിലും ദാറ്റ് വാസ് ഫൈനസ്റ്റ് വൺ, സ്റ്റിൽ ദി ബെസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ എസ് ക്ലാസ്സിൽ ഏറ്റവും വലിയ ചേഞ്ച് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ഈ സൂപ്പർ സ്ക്രീൻ വന്നതാണ്. ഈ സൂപ്പർ സ്ക്രീനും ഈ ഒരു സ്വിച്ചസുമാണ് പുതിയത് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കംപ്ലീറ്റ്ലി പുതിയതാണ്. ഹൈ പെർഫോമൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ പെർഫോമൻസിന് ചൂടാവുന്നതുകൊണ്ട് ലിക്വിഡ് കൂളിങ്ങിലാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പുറമെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ഫീച്ചേഴ്സും സ്റ്റിയറിംഗ് എല്ലാം റീറ്റൈൻഡ് ആണ്. ബാക്കിലുള്ള ഷോഫർ സീറ്റും 45 ഡിഗ്രി റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഉണ്ട്. പക്ഷേ മെയിൻ സാധനം ഈ ഒരു സ്ക്രീൻ മാറിയതാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് MB ഇന്ത്യയുടെ മലയാളിയായിട്ടുള്ള MDനോട് എന്താണ് എസ് ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിക്കാം. Congratulations. Thanks, Hani, for coming. Pleasure. It's always my pleasure and great to see another new S-Class in the 140th year. How do you find the market for S-Class growing in India?
I think S-Class has been traditionally an icon, and a lot of our customers, actually 80% of the customers who buy another S-Class are our current S-Class customers, Yes. who they just wait for the next new generation to come. Yeah. And one of the reason we had to time it so fast because they are restless. Yes. The new car is seen in the world. Ah. There is no market in the world where there is a right-hand drive S-Class starting to sell. Exactly. So we have to time it, and therefore we are offering it as a CBU also, so that we can give it to our customers. But yes, the market is evolving. Yes. A lot of younger customers buying the S-Class. A lot of people are driving the S-Class itself themselves, and they are enjoying the drive as well. So it's a changing market in terms of customer profile, also driving preferences. So even it's a facelift, you normally benchmark with a lot of technology. Now in India, you actually benchmark the luxury segment with a plug-in hybrid. What was the move for that? See, in the top end segment where we operate, we are quite strong. 27% of the sales last quarter was top end cars. Yes. There, our penetration of electric is 20%. That means 1 out of 5 cars we sell in top end S-Class segment is all electric. Yeah. And that's because of the EQS SUV, the Maybach, the G Electric. So we can be happy saying a 20% great share of electric. Yeah. But other ways, 80% are still buying combustion engine cars. Exactly. And what kind of a solution we can offer to that customer? And they are not buying because of range anxiety, charging, all the usual topics we know. And I think plug-in is a great bridging solution. You enjoy full electric, more than 100 kilometers range on electric. Yeah. The combustion engine is there to back up. In places like Kerala, you want to go Calicut to, say, Thrissur or to, let's say, Kochi. Yeah. And you want to drive there. You know that you don't need a charging stop. You can drive electric, enjoy, and at some point you have a combustion engine backup. Yes. If you are stopping for coffee, you can always... So you have taken away all the anxiety. Yes. Enjoying the car. Yeah. And I think the residual value is strong for these cars as well because of the content. Yeah. So we are quite confident that actually for the S-Class customer, this will help them to also transition to EV in next 5 to 10 years time. Absolutely. So one more final question. See, normally we see that we have missed one step of hybrid in India. We jumped to the electric. You think that we had actually missed out? We need to have that hybrid now? And it's for the customers to decide. See, if people are happy with electric and can take the leap of faith, then that's great. Yeah. If you see the total market, around 5 to 6% of customers growing every month are shifting to electric. Still a large population is still not. Yeah. And that's for various reasons. Yeah. And therefore, I think as for us, we are able to afford to offer these options. We have the full portfolio. Yeah. Being powertrain agnostic gives us that unique flexibility. Our production is flexible, our supply chain is flexible, so we would go with what the customer demands. And but it may not be easy for all players, to have this. They need to go all in. Also, this adds a lot of cost into the system. Yes. Maybe we are in a segment, especially in the S-Class, where and if you see, we have been conscious on pricing. Yes, It's a very very good pricing. Absolutely. Though we have given a plug-in hybrid, Absolutely, yeah. because we can't take the customer for granted. We need to offer what they want. So I think it's a calibrated move from us. But yes, in my personal opinion, I would still feel a big market is coming for not only plug-in but also range extenders and so on and so forth technologies in India as well. Looking forward for that, and once again, thank you so much. Thanks for joining. Yeah, thank you. Pleasure to see you. Always. കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാനൊന്ന് ഫ്രീ ആവാൻ വേണ്ടി കാത്തുക്കാണ്, പക്ഷെ ഫ്രീ ആയിട്ടില്ല. അതിനിടയ്ക്ക് നമ്മൾ കൊള്ളിച്ചതാണ് ഈ എപ്പിസോഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നത്. എന്തായാലും S-Classൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ ശരിക്കും ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓടിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കാത്തുക്കുന്നത്. എന്തായാലും ദുബായിലാവട്ടെ, മിഡിൽ ഈസ്റ്റാവട്ടെ വണ്ടി എത്തിയിട്ടില്ല. ഇന്ത്യയിലാവട്ടെ ഇപ്പോൾ മീഡിയ വണ്ടി ഉണ്ടാവില്ല. ഇൻ്റർനാഷണൽ ഡ്രൈവ് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സമയത്ത് അത് മിസ്സായിട്ടുണ്ട്. എന്നാണോ കൊണ്ടുവരാൻ പറ്റുന്നതെങ്കിൽ ഇപ്പോൾ ഉറപ്പില്ല, പക്ഷെ കൊണ്ടുവരാൻ പറ്റിയ അന്ന് ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഡ്രൈവ് കൊണ്ടുവരും. എന്തായാലും റൈറ്റ് നോ നിങ്ങൾ ഇത് കണ്ടിട്ട് ആസ്വദിക്കും, ഇവൻറ്റും ആസ്വദിക്കും. അടിപൊളി ഇവൻ്റായിരുന്നു. എന്തായാലും അടുത്ത തവണ പുതിയൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വെല്ലിങ്.